നമ്മുടെ ഇന്നത്തെ വീഡിയോ മോട്ടറിൽ വെള്ളം തള്ളുന്നില്ല. അത് കുറേ ആയിട്ട് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് വെള്ളം തള്ളൽ കുറവാണ്, ഇത് കറങ്ങുന്നില്ല. അപ്പോൾ അതെന്താ സംഭവം എന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് അയച്ചു നോക്കിയാൽ അറിയാം. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫാൻ ഉണ്ട്. ആ ഫാനിന് അവിടെ വെള്ളം തള്ളുന്ന ഹോൾസിൻ്റെ ഉള്ളിൽ ഈ വേസ്റ്റൊക്കെ കുടിയും കഴിഞ്ഞാൽ വെള്ളം തള്ളുന്നത് കുറയും. പിന്നെ അതേപോലെ തന്നെ ഇതിപ്പോൾ ടൈറ്റായിട്ട് തുരുമ്പ് പിടിച്ചിട്ടാണെന്ന് തോന്നുന്നത്, കറങ്ങുന്നില്ല. അപ്പോൾ അതൊന്ന് എടുത്ത് ഊരി അതിൻ്റെ ഉള്ളിലൊന്ന് ക്ലീൻ ചെയ്ത് ലേശം എണ്ണയൊക്കെ ഇട്ട് കൊടുത്താൽ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെല്ലോ എന്ന് അറിഞ്ഞിട്ട് ഇതാ കമ്പ്. ഇതിൻ്റെ ഉള്ളിൽ കല്ല് കുടുങ്ങിയിട്ടുണ്ടാവും, ചെറിയ ചെറിയ കല്ലുകൾ, അതുപോലെ തന്നെ വേസ്റ്റുകളൊക്കെ കുടുങ്ങിയിട്ടുണ്ടാവും. അത് നമുക്ക് ഇതേപോലത്തെ ഒരു കമ്പി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുള്ളിലുള്ള ഏകദേശം വേസ്റ്റുകളൊക്കെ പോയി. ഞാൻ ആ മോട്ടർ ഇട്ടപ്പോൾ തന്നെ ഇതൊക്കെ തെറിച്ച് കുറേ പുറത്തേക്ക് തെറിച്ചു പോയി. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഊരുന്ന സമയത്ത് നമ്മൾ പരമാവധി കണക്ഷൻ അതിൻ്റെ മുകളിൽ വിച്ഛേദിച്ചിട്ട് വേണം ചെയ്യാൻ. പ്ലഗിൽ നിന്ന് അത് വിച്ഛേദിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതൊക്കെ വെള്ളം ടച്ച്, അതായത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഷോക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത്രയും സേഫ്റ്റിയിലായിരിക്കണം ചെയ്യേണ്ടത്. നമ്മളിതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട്, ഒരുപാട് നമ്മൾ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്നല്ല, എലി കടിച്ചിട്ടുണ്ടാവും, പലതരത്തിൽ ഉറുമ്പ് കടിക്കും. ഉറുമ്പ് കടിച്ചിട്ടൊക്കെ ഇതിവിടെ ഓട്ടയാവും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിപ്പോൾ ഒരു ഭയങ്കര സൗണ്ട് ഉണ്ട്. ആ സൗണ്ടിന് നമുക്ക് ലേശം ഓയിൽ പോലത്തെ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് നോക്കാം. ഇത് നമ്മൾ ഊരിയപ്പോൾ ഇതിൻ്റെ 2 സ്ക്രൂ പൊട്ടിപ്പോയി. നമുക്കതിന് ഊരി എടുക്കണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ. അങ്ങനെ 2 പീസും ഇതിൻ്റെ മുകളിൽ കിട്ടി. നമ്മളെ മോട്ടർ ഇപ്പോൾ വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ അധികമൊക്കെ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന മോട്ടറാണ്. അങ്ങനത്തെ മോട്ടറൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒക്കെ ഇടയ്ക്കൊന്ന് ഊരിയിട്ട് എന്ത് ചെയ്താൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ. ഇപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഇതിലൂടെ 2 സ്ഥലത്ത് കൂടി നല്ല ഫോഴ്സിലെ വെള്ളം വന്നു. ഇതിലൂടെയും വന്നു, അതിലേയും വന്നു. രണ്ട് സ്ഥലത്ത് കൂടി നല്ല ഫോഴ്സിലാണ് വെള്ളം വന്നു. അപ്പോൾ ഇതിന് അതിൻ്റെ ഉള്ളിൽ കല്ലൊക്കെ കുടിയാൽ തള്ളു കുറയും, വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയും, വെള്ളത്തിൻ്റെ അളവ് കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതേപോലെ വെള്ളത്തിൻ്റെ തള്ളു ഫോഴ്സൊക്കെ കുറവുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക.